കൊല്ലം തേലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ CPM-ൻ്റേത് അല്ലെന്ന CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം പൊളിയുന്നു. സ്കൂൾ CPM-ൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പ്രദേശവാസിയും പ്രാദേശിക ഇടനേതാവുമായ KS മിനി പറഞ്ഞു. സ്കൂളിന്റെ മാനേജറും ബോർഡ് മെമ്പർമാരും CPM-കാരാണെന്ന് നാട്ടുകാരും ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം നടന്ന തേവലക്കര ബോയ്സ് സ്കൂളിന് CPM-വുമായി ബന്ധമില്ലെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുന്നതാണ് പ്രദേശവാസികളുടെ പ്രതികരണം. ഇവിടെ ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ 100 വർഷമായ സ്കൂളുകളാണ്. ഞങ്ങൾ പഠിക്കൊണ്ടിരുന്ന സ്കൂളുകളാണ്. എത്ര അധ്യാപകർ പുതിയത് കയറിയിട്ടുണ്ടെന്ന് അറിയാം. എത്ര പുതിയ അധ്യാപകരാണ്, എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇതുവരെ മാറ്റമില്ലല്ലോ. ഇപ്പം എത്രയോ സമരം ഉണ്ടായി. ഇവിടെ ഒരു സ്കൂൾ കത്തിയതിൻ്റെ പേരിലാണ് അന്ന് ഇതൊരു കെട്ടിടം വന്നത്. അല്ലെങ്കിൽ അതും വരുന്നില്ലായിരുന്നു. പിള്ളേരാകുമ്പോഴേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ മാവേ കയറും, മരത്തേ കയറും, എല്ലായിടവും കയറും. പിള്ളേർ നടന്ന് കളിക്കുന്ന പിള്ളേരാണോ? അല്ല. ഇവിടെ പണ്ടുതൊട്ടേ ഒരു കളിയുണ്ട്, നമ്മൾ ഈ ചെരുപ്പ് വെച്ച് കളിക്കുന്നതാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ടുണ്ട്. ഇവിടെ ഈ അമ്പഴങ്ങയുടെ ഒരു അരിയുണ്ട്, അത് വെച്ച് കളിക്കുന്നതാണ്. കളിക്കുന്നിടയ്ക്ക് ചെരുപ്പ് പോയി പയ്യൻ കയറാൻ അതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ആണോ? മറിച്ച് ആ പയ്യൻ കയറുന്ന സമയത്ത് ആരെങ്കിലും അധ്യാപകർ കാണാനുണ്ടായിരുന്നു? അതും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും എന്താണ്ട് പഞ്ചായത്തിൻ്റെ ഈ സ്കൂളിൻ്റെ പഞ്ചായത്തിൻ്റെ അതുകൊണ്ടൊരു ഷെഡ് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? ഉള്ള വേസ്റ്റുകളെല്ലാം കൊണ്ട് മൊത്തം പാമ്പുകളാണ് കയറുന്നത് ആ സ്കൂളിൻ്റെ സൈഡിൽ. നോക്കിയാൽ നിങ്ങൾ പോയി. ഇതൊക്കെ തന്നെ നടക്കുന്നത്. സ്കൂൾ പൂർണ്ണമായും CPM ഭരണത്തിലാണെന്ന പ്രാദേശിക ഇടതു നേതാക്കളും തുറന്നു സമ്മതിക്കുന്നു. ഈ പൂർണ്ണമായി ഒരു CPM നിയന്ത്രണത്തിലാണോ ഈ സ്കൂൾ? അതെ, തീർച്ചയായിട്ടും ആണ്. ഇവിടെ കുറേ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ തന്നെയാണ്. ഈ പ്രാവശ്യം വന്ന ജോസ് ആൻ്റണി സാറിനെ എനിക്ക് തോന്നുന്നു ഞാൻ ശക്തമായിട്ട് ഈ പുറത്തു നിന്നും അകത്തു നിന്നും പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് CPM അല്ലാത്ത ഒരാളെ ഇവിടെ PTA പ്രസിഡന്റായിട്ട് എടുത്തത്. അതേസമയം ദുരന്തമുണ്ടായ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ്. കൃത്യമായ പരിശോധനകൾ പോലും നടത്താതെയാണ് ഈ സ്കൂളിന് കാലങ്ങളായി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഈ ദുരന്തത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്നും കോൺഗ്രസിനും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഇതിനിടെ ബാലാവകാശ കമ്മീഷൻ സ്കൂളിൽ പരിശോധന നടത്തി. ഗുരുതര വീഴ്ച സംഭവിച്ചതായി അദ്ദേഹം ജനം TV-യോട് പറഞ്ഞു. ഈ പറയുന്ന ലൈനിൻ്റെ വളരെ അടുത്ത് തന്നെ ഇത്തരമൊരു ഷെഡ് നിർമ്മിച്ചത് ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. അതിലൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുകൂടെ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ പ്രദേശവാസികൾ പറയുന്നത് ഏകദേശം ഒരു 8-9 വർഷമായിട്ട് ഈ ഷെഡ് ഇങ്ങനെ നിലനിൽക്കുന്നു എന്നാണ്. അതെ, അങ്ങനെയാണ് ഇപ്പോഴും ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് മനസ്സിലാക്കുന്നത്. പരിശോധിക്കാം, എന്തായാലും ആ കാര്യങ്ങളടക്കം പരിശോധിക്കാം. ആരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് വീഴ്ചകളെന്ന് പരിശോധിക്കാം. സ്കൂൾ അധികൃതരുമായി ബാലാവകാശ കമ്മീഷൻ കൂടിക്കാഴ്ചയും നടത്തി. ജനം, കൊല്ലം.